ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ കൊച്ചിയിൽ നടത്തുന്ന സമരം തലസ്ഥാനത്തേക്കും വ്യാപിക്കുന്നു. സമരത്തിന് 5ാം ദിവസമായി ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് VM സുധീരൻ അടക്കമുള്ള പ്രമുഖർ സമരത്തിനെത്തി. സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ കൂട്ടായ്മ. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പാവയായി മാറിയ പോലീസ് മേധാവി സംസ്ഥാനത്തിന് നാണക്കേടായി മാറിയെന്നും സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് നേതൃത്വം കൂടുതൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു. കേരള പോലീസ് നേതൃത്വം DGPയും കൂട്ടരും നമ്മുടെ പോലീസ് സംവിധാനത്തിന് തന്നെ അപമാനമാണ് വരുത്തിവെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിസ്റ്റർ ജസ്മി, BJP നേതാവ് PP മുകുന്ദൻ, മുൻ മന്ത്രി സുരേന്ദ്രൻപിള്ള തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കന്മാർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു. പ്രധാന സമരവേദിയായ കൊച്ചിയിൽ ഇന്ന് സാംസ്കാരിക കൂട്ടായ്മയാണ് നടന്നത്. വിവിധ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും കൊച്ചിയിലെ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതേസമയം കന്യാസ്ത്രീ നൽകിയ ബലാത്സംഗ പരാതി നടക്കുന്ന അന്വേഷണത്തെ ന്യായീകരിച്ച് CPM കേന്ദ്ര നേതൃത്വം രംഗത്തു വന്നു. ബിഷപ്പിന്റെ കേസിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും അന്വേഷണം ഫലപ്രദമല്ലെന്ന കന്യാസ്ത്രീയുടെ പരാതിയിൽ വസ്തുതയില്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻപിള്ള പറഞ്ഞു. ഗവൺമെന്റ് വസ്തുത കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. നിയമപരമായ നടപടിക്രമങ്ങൾ ശരിയായ നിലയിൽ പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് വസ്തുതകളിലെത്താനാവൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.